ലൈറ്റ് വെയിറ്റ്, അത് ഒഴുകിപ്പോകുന്ന ഒരു ടെക്സ്ചറാണ്. നല്ല നല്ല എന്താ പറയുക, നല്ല ലൈറ്റ് വെയിറ്റ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യവനാസ് വ്ലോഗ്. ഇന്ന് ഞാൻ വീണ്ടും ഒരു സൺസ്ക്രീൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെറ്റാഫിൽ ജെൽ സൺസ്ക്രീൻ. ഇത് ആക്ച്വലി ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ബെസ്റ്റ് സൺസ്ക്രീൻ ആണ്. ഓയിലി സ്കിന്നുകാർക്ക് എപ്പോഴും സൺസ്ക്രീൻസും മോയ്സ്ചറൈസേഴ്സും ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സൺസ്ക്രീനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ടെക്സ്ചറിനെ കുറിച്ച് പറയാം. ഇത് നല്ല ലൈറ്റ് വെയിറ്റ്, നോൺ സ്റ്റിക്കി, പിന്നെ ക്വിക്ക് അബ്സോർബിംഗ് ആണ്. നല്ല ജെൽ ലൈക്ക് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ്. ബാക്കി തിക്ക് ടെക്സ്ചറുള്ള സൺസ്ക്രീൻസ് മോയ്സ്ചറൈസേഴ്സ് ഒന്നും ഓയിലി സ്കിന്നുകാർക്ക് പറ്റില്ല. ജെൽ ടൈപ്പ് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം. ഇതിൽ SPF 50 PA+++ ഉണ്ട്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്നത് SPF 50+ എന്ന് മാത്രം. പക്ഷേ മിക്ക സൺസ്ക്രീൻസിലും അങ്ങനെ കൊടുക്കുള്ളൂ. എല്ലാ സൺസ്ക്രീൻസിലും ചില സൺസ്ക്രീൻസിൽ. അപ്പോൾ അത് പക്ഷേ PA+++ എക്സ്ട്രാ ഹൈ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിലുള്ളത് വൈറ്റമിൻ ഇ, പിന്നെ UVA UVB പ്രൊട്ടക്ഷനും ഉണ്ട്. പിന്നെ ഇത് സൺസ്ക്രീനിൽ ഒരു കാര്യം അവർ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. UVA എന്ന് പറഞ്ഞാൽ അത് മാത്രം സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് UVA UVB റേസ് എന്നുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. UVA എന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റി ഏജിങ്, പിന്നെ റിങ്കിൾസ്, പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, അതൊക്കെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ UVB എന്ന്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഹൈ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് ആ സർക്കിൾ ചെയ്തതിൻ്റെ അർത്ഥം. പിന്നെ അതിനുശേഷം UVB റേസി എന്നുള്ള പ്രൊട്ടക്ഷൻ, അത് സൺബേണിൽ നിന്ന് മാത്രമുള്ള പ്രൊട്ടക്ഷനാണ് UVB റേസി എന്നുള്ള പ്രൊട്ടക്ഷൻ. അപ്പോൾ ഈ UVB റേസി എന്നുള്ള പ്രൊട്ടക്ഷൻ ആക്ച്വലി മിക്ക സൺസ്ക്രീൻസിലും ഉണ്ടാവും. ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം UVB റേസിൽ നിന്ന് മാത്രമേ പ്രൊട്ടക്ഷൻ ഉള്ളെന്നാണ്. പിന്നെ 50 PA+++ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ അതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. ഹൈ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടെന്ന്. പിന്നെ ചില സൺസ്ക്രീൻസിൽ PA+ എന്ന് മാത്രമേ ഉള്ളൂ. പ്ലസ് എന്ന് വെച്ചാൽ ലോ പ്രൊട്ടക്ഷൻ, പിന്നെ 2+ ആണെങ്കിൽ മീഡിയം പ്രൊട്ടക്ഷൻ, 3+ ആണെങ്കിൽ ഹൈ പ്രൊട്ടക്ഷൻ. അങ്ങനെയും ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത്, ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്സിന് പറ്റിയതാണെന്ന് ഞാൻ പറയാം. ഇത് ഓയിലി സ്കിന്നും പിന്നെ സെൻസിറ്റീവ് സ്കിന്നും ആക്നി പ്രോൺ സ്കിന്നുകാർക്കും ബെസ്റ്റാണ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാരും മിക്കവർക്കും അലർജി പ്രശ്നം, മിക്ക സൺസ്ക്രീൻസ് ആണെങ്കിലും ക്രീംസ് ആണെങ്കിലും ഒന്നും ഫേസിൽ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് പിമ്പിൾസ് വരും, അലർജി വരും. അപ്പോൾ അങ്ങനെയുള്ളവർ മാക്സിമം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറിൻ്റെ സജഷൻ മേടിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാം. ഇത് നല്ല ലൈറ്റ് വെയിറ്റ്, നോൺ ഗ്രീസി, ജെൽ ടൈപ്പ് ടെക്സ്ചറാണ്. പിന്നെ ഹൈ പ്രൊട്ടക്ഷൻ കിട്ടും. SPF 50 PA+++ ആയതുകൊണ്ട് തന്നെ ഹൈ പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു ഇൻഗ്രീഡിയൻസിൽ, അത് ഇതിൻ്റെ ബെനിഫിറ്റും കൂടിയാണ്. വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇ എന്ന് വെച്ചാൽ നമുക്ക് സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും, ഡ്രൈനെസ് കുറയ്ക്കും, പിന്നെ നല്ല നറിഷ്മെൻറ്റ് കിട്ടും, ലൈക്ക് ന്യൂട്രീഷൻ കിട്ടും വൈറ്റമിൻ ഇന്ന്. ഓക്കെ. പിന്നെ കൂടാതെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് കൂടെയാണ്. വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സ്വിമ്മിങ്ങിന് പോകുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസിൽ ആ ക്രീമൊന്നും പോവാതെ നിൽക്കും. പിന്നെ നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ ആ ക്രീമൊന്നും പോവാതെ നമ്മുടെ ഫേസ് തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത് ആക്ച്വലി 3 ഫിംഗർ റൂളും കൊണ്ടാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ 3 ഫിംഗേഴ്സിൽ ഇത് ഇങ്ങനെ എടുത്തിട്ട് വേണം നമ്മൾ നല്ലോണം ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കയ്യിലിട്ട് മാത്രം കാണിച്ചു തരാം. ഇത് നല്ല ലൈറ്റ് വെയിറ്റ്, അത് ഒഴുകിപ്പോകുന്ന ഒരു ടെക്സ്ചറാണ്. നല്ല എന്താ പറയുക, നല്ല ലൈറ്റ് വെയിറ്റ്, നല്ല ജെൽ ടൈപ്പ് ലൈറ്റ് വെയിറ്റ്. ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്. പിന്നെ ഇത് ഡെയിലി യൂസിനൊക്കെ നല്ലതായിരിക്കും. കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നവർക്ക് ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല മൈൽഡായിട്ടുള്ള, ഒട്ടും തന്നെ സ്മെല്ലില്ലാത്ത ഒരു ഫ്രാഗ്രൻസ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിഷ് കെയറിൻ്റെ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒരു ബെസ്റ്റ് സൺസ്ക്രീനാണിത്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാം. ഇത് നല്ല എക്സ്പെൻസീവ് ആണ്, കുറച്ച് എക്സ്പെൻസീവ് സൈഡിലുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഒട്ടും പറ്റത്തില്ല. മാക്സിമം സെൻസിറ്റീവ് ഓയിലി സ്കിൻ
കോമ്പിനേഷൻ സ്കിന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സെൻസിറ്റീവ്, ആക്നി പ്രോൺ, ഓയിലി സ്കിൻ ഇവർ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിപ്പോൾ ഞാൻ കയ്യിലൊന്ന് ഇട്ട് നോക്കിയപ്പോൾ നല്ല കൂളിംഗ് സെൻസേഷൻ. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നല്ല വെയിലത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു കൂളിംഗ് സെൻസേഷൻ കിട്ടും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ 2-3 വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ ഇടണം, പുറത്ത് പോകുമ്പോഴും സൺസ്ക്രീൻ ഇടണം. പുറത്ത് പോകുമ്പോഴാണ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ 2-3 hours കൂടുമ്പോൾ അത് അപ്ലൈ ചെയ്യണം. മിക്ക സൺസ്ക്രീൻസിനും അങ്ങനെ ഉണ്ട്. ചില സൺസ്ക്രീൻസ് മാത്രം ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് എനിക്ക് സെറ്റാഫിൽ സൺസ്ക്രീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് യൂസ് ചെയ്ത് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.